വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ വീട്ടമ്മയായിട്ട് തന്നെ ഇരിക്കെ ഒരു വരുമാനം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അല്ലേ. അതിപ്പോ ഇത്ര വലിയ ലക്ഷക്കണക്കിന് രൂപയൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും സ്വന്തം മക്കൾക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാനുള്ള പൈസയെങ്കിലും നമ്മൾ നമ്മുടെ അധ്വാനത്തിലൂടെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വീട്ടമ്മേനെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയണേ. ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ, നമ്മൾ വീട്ടമ്മ എന്നുള്ള ചാനൽ തുടങ്ങിയപ്പം മുതൽ ഒരുപാട് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ തൊട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് തന്നെ അതിനായിരുന്നു. നമ്മൾ തുടങ്ങുന്ന ഈ ചാനൽ തുടങ്ങുന്നത് 2018 തോന്നുന്നു. ആ സമയത്ത് ഞാൻ ഒരുപാട് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. എൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ എല്ലാത്തിലും കൈയിട്ട് വരും, എല്ലാ മേഖലകളിലും ഒന്ന് കൈവച്ച് പോകും. സ്റ്റിച്ചിങ് ആയാലും നെറ്റിപ്പട്ട, ക്രാഫ്റ്റ്, ബോട്ടിലാട്ട്, സെയിൽ, മെറ്റീരിയൽ സെയിൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേതെങ്കിലും സ്റ്റാർട്ടിങ് മുതൽ അതിലേതിലെങ്കിലും ഒന്നിലും ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ അതിലൊരു നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ എനിക്കത് കൂടുതൽ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകണമെന്നൊന്നും എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ഇൻകം നമുക്ക് കിട്ടണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പം അതിനനുസരിച്ച് കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നമ്മൾ നെറ്റിപ്പട്ടം, ഞാൻ മുന്നും വേറെ വീഡിയോസൊക്കെ ചെയ്തതിൻ്റെ കൂട്ടത്തിലാണ് നെറ്റിപ്പട്ടത്തിൻ്റെ വീഡിയോ ചെയ്തത്. അപ്പം അതിലാണ് കുറേ പേര്, നെറ്റിപ്പട്ടത്തിന് നല്ല വ്യൂ ഉണ്ടാവും, അതുപോലെ കുറേ പേര് കോണ്ടാക്ട് ചെയ്തതും ആ ഒരു വീഡിയോ കണ്ടിട്ടാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കോണ്ടാക്ട് നമ്പർ ചോദിച്ചിട്ട് കുറേ പേര് ഇപ്പോഴും വിളിക്കുന്നൊക്കെ ഉണ്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ ഡൗട്ട്സും അതുപോലെ നെറ്റിപ്പട്ടത്തിൻ്റെ ഡൗട്ട്സും ഒക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ വിളിക്കുന്നവരൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കും ആഗ്രഹമുണ്ട് ചേച്ചി, ഇങ്ങനെ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നെറ്റിപ്പട്ടം തന്നെയല്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള കഴിവില്ല, എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിൽ അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ നെറ്റിപ്പട്ടാണെങ്കിൽ അത് എനിക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒന്നും അറിയില്ല, കഴിവില്ല, അങ്ങനെ പറഞ്ഞിരിക്കുന്നവരാണ് കൂടുതലും കേട്ടോ. ഇപ്പം നമ്മളാരും ഇതൊന്നും പഠിച്ചിട്ടല്ല ഇറങ്ങണേ. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് അതിലിറങ്ങി അങ്ങ് ചെയ്ത് തുടങ്ങുക, അത്രയാണുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പുതിയൊരു ഐഡിയ ആണ് കേട്ടോ. പുതിയ ഐഡിയ എന്ന് പറയില്ല, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന ഒരു കാര്യം. ഈ കഴിവില്ല, അറിയില്ല എന്നൊക്കെ പറയുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഹെയർ ആക്സസറീസ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരും ഇഷ്ടം പോലെ ഇൻസ്റ്റാ പേജും, നമ്മുടെ മലയാളത്തിൽ തന്നെ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഇടുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഹെയർ ആക്സറീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ ഹെയർ ആക്സറീസ് ചെയ്തിരുന്ന ഒരാളല്ല. നമ്മൾ ബർത്ത്ഡേ ഫ്രോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാച്ചിങ്ങിൽ ഹെയർ ബോ, അല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഹെയർ ബാൻഡ് ആക്കിയിട്ട് വെക്കും, ഹെയർ ബോ ആക്കിയിട്ട് വെക്കും, ഫ്ലവറിന്റെ സൈഡിലൊക്കെ, ഫ്രോക്കിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഫ്ലവർ വെക്കും, അങ്ങനെ ഉണ്ടാക്കുന്നല്ലാതെ ഹെയർ ആക്സസറീസിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡൽഹിയിലുള്ള സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് ബൊട്ടീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബാപ്റ്റിസം ബാസ്ക്കറ്റ്, ടിയാരാസ്, കാൻഡിൽസ് ഒക്കെ ചെയ്തു കൊടുക്കായിരുന്നു. അപ്പോൾ അവളാണ് ഹെയർ ബ്രൂച്ചസ് ഒക്കെ അവൾ സ്വയം ചെയ്യായിരുന്നു, ഹെയർ ബ്രൂച്ചസ് ചെയ്യായിരുന്നു. അപ്പൊ അവൾ ചെയ്യുന്നത് ഞാൻ നോക്കി പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ആ സമയത്തൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഹെയർ ബ്രൂച്ചസ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ വൈ നോട്ട്, നമ്മള് നോ എന്ന് പറയുന്ന വേർഡ് നമ്മൾ പറയില്ലല്ലോ. ഞാൻ ട്രൈ ചെയ്യാൻ, ഞാൻ ചെയ്തിട്ടില്ല, അപ്പോൾ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി. ആദ്യം ചെയ്തതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും വെക്കില്ല, അങ്ങനെയുള്ള ഹെയർ ബ്രൂച്ചാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രൂച്ച് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഇത്തിരി പാടല്ലേ, ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്ത ആള് ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ച് പാട് തന്നെയാണ്. പക്ഷെ പിന്നെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ശീലമാവും. ഞാൻ ചെയ്തത് കുറച്ച് ആദ്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ വേറെ ആർക്കും സെയിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് തന്നെ ഇടാനായിട്ട് കുറച്ച് ഹെയർ ബാൻഡ്സ് ഇങ്ങനെയൊക്കെ ചെയ്യാലോ, നമ്മുടെ മക്കൾക്ക് വേണമെങ്കിലും ചെയ്യാലോ. സെയിൽ ആയില്ല എന്നുണ്ടെങ്കിലും മക്കൾക്ക് കൊടുക്കാമല്ലോ. ഇതൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കിയതാട്ടോ. ഇതൊന്നും ഇപ്പൊ പഠിച്ചതല്ല, ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്യാറുള്ളതാണ്. ഇത് ഞാൻ പിന്നെ ജാസ്മിൻ ബഡ്സിന്റെ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മെയിനായിട്ട് ഇപ്പോൾ ചെയ്തതൊക്കെ ഇതാണ് കേട്ടോ. ഇത് ഹെയർ വെയിൻ ആണ്.
ഈ ഹെയർ ആക്സറീസിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. സ്ക്രഞ്ചീസ് മുതൽ ഇപ്പോൾ ഒരു 5 രൂപയുടെ സ്ക്രഞ്ചീസ് മുതൽ 1000 സംതിങ് 1000 രൂപയുടെ മേലെ വരെ വരുന്ന ഹെയർ ബ്രൂച്ചസ് ഉണ്ട്. പറയുമ്പോൾ 1000 രൂപയുടെ ഹെയർ ബ്രൂച്ചോ എന്ന് വിചാരിക്കേണ്ട ഉണ്ട്. ഇതൊക്കെ ഹെയർ വെയിൻ ആണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തതാണ്. ഇതൊക്കെ സ്റ്റോൺ വെച്ചതാണ് കേട്ടോ. ഇത് ഹെയർ ബ്രൂച്ച്. ഇതിൽ ഈ ഹെയർ ബ്രൂച്ചൊക്കെ ആയിരക്കണക്കിന് രൂപ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെക്കുന്ന സ്റ്റോൺസിനനുസരിച്ചാണ്. നമ്മൾ ബ്രൈഡ്സിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല റേറ്റ് ഉള്ള ബ്രൂച്ചസ് ആണ് അവർ വെക്കുന്നത്. കൂടുതലും ക്രിസ്ത്യൻ ബ്രൈഡ്സ് ആണ് ഇങ്ങനെയുള്ള ഹെയർ ബ്രൂച്ചസ് വെക്കുക. നമ്മൾ ഇതിൽ വെക്കുന്ന പേളിനനുസരിച്ചും അതുപോലെ സ്റ്റോണിനൊക്കെ അനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറും കേട്ടോ. ഇപ്പം ഇതൊക്കെ നമ്മളൊരു ഇങ്ങനത്തെ ഹെയർ വെയിൻ എന്ന് പറയുന്നതിന് തന്നെ ഒരു 150 200 ആ ഒരു റേഞ്ച് വരെ നമുക്ക് ഹെയർ വെയിനൊക്കെ പോകുന്നുണ്ട്. ചെറിയ ഈ സ്ക്രഞ്ചീസ് മുതൽ സ്ക്രഞ്ചീസ് ഇങ്ങനത്തെ ചെറിയ സ്ക്രഞ്ചീസിന് വരെ 5 രൂപ വിലയുണ്ട്. അപ്പം നമ്മൾ ചെറിയ കട്ട് പീസിലൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക. സ്ക്രഞ്ചീസൊക്കെ ഒരുവിധം എല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ യൂട്യൂബ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ മലയാളത്തിൽ തന്നെ കുറേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കുറേ മലയാള വീഡിയോസ് കണ്ടു. ഇതുപോലെ ഈ ഹെയർ ആക്സറീസ് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന, യൂട്യൂബിൽ കൂടെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, മെറ്റീരിയൽസ്, നമ്മൾ ഹെയർ ആക്സറീസ് ചെയ്യുന്ന മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്ന കുറേ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഇൻസ്റ്റാ പേജസ് ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് ഗൂഗിൾ ചെക്ക് ചെയ്യേണ്ട, യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇഷ്ടം പോലെ പേജസ് ഉണ്ട്. ഇപ്പം ഈ ഒരു ഹെയർ ആക്സറീസിന്റെ ബിസിനസ് ചെയ്ത് തുടങ്ങാനായിട്ട് വലിയ അറിവോ കാര്യങ്ങളോ വേണമെന്നില്ല. അധികം പൈസ ചെലവിന്റെ ആവശ്യവുമില്ല. ഇപ്പോൾ ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു ഗ്ലൂ ഗണ്ണ് വേണം. B7000 എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലൂ ഉണ്ട്, അത് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ ഫെൽറ്റ് ഷീറ്റ്, പിന്നെ ഇതുപോലെയുള്ള കമ്പികൾ. ഇങ്ങനത്തെ കമ്പിയിൽ ഇതിനൊന്നും അധികം വിലയില്ല കേട്ടോ. ഒരെണ്ണത്തിന് 40 റുപ്പീസ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. നമുക്ക് ചെയ്ത് പഠിക്കാൻ അതൊക്കെ ധാരാളമാണ്. ഇപ്പം ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒന്നും നമ്മളങ്ങനെ, ഇങ്ങനത്തെ ഹെയർ ബാൻഡ്സ് ഒന്നും നമുക്ക് അങ്ങനെ നോട്ട് ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡ്സ് ഒന്നും നമുക്ക് അങ്ങനെ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് സെയിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ മെറ്റീരിയൽ നമുക്ക് കട്ടിങ് മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന, ഫ്രോക്കിൻ്റെ ഒക്കെ കട്ട് ചെയ്യുന്ന ബാക്കി വേസ്റ്റ് തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ വെച്ചിട്ട് സ്ക്രഞ്ചീസും ഹെയർ ബാൻഡും ഒക്കെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഹെയർ ബ്രൂച്ച്, ഹെയർ വെയിനൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് പ്രാക്ടീസിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴേ സെയില് പോകുന്ന ഐറ്റംസ് ആണ്. കുറച്ചും കൂടെ ഫിനിഷിംഗ് ഒക്കെ വരേണ്ട ഐറ്റംസ് ആണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. ഇങ്ങനത്തെ ഹെയർ ബാൻഡ്സ്, നമ്മൾ ജാസ്മിൻ ബഡ്സ് വെച്ച് ചെയ്യുന്ന ഹെയർ ബാൻഡ്, അതുപോലെ ടിയാരാസ് ഒക്കെ കുറച്ച് പ്രാക്ടീസ് വേണ്ട കാര്യങ്ങളാണ്. ഞാൻ ആദ്യം ചെയ്തത് ഇപ്പോൾ കാണിക്കാൻ എന്തെങ്കിലും ഇല്ല, അതുകൊണ്ടാണ്. ആദ്യം ചെയ്തത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിരിക്കും. ഒരു പേള് ഇവിടെയാണെങ്കിൽ അടുത്ത പേള് ഇവിടെയാണ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാനൊരു 2 എണ്ണം മൂന്നാമത്തെ ചെയ്തപ്പോഴാണ് കുഴപ്പമില്ലാതെ വന്നത്. പിന്നെ ചെയ്യുന്നത് സ്പീഡായി, പിന്നെ ചെയ്യുന്നതും ഫിനിഷിംഗ് ആയി. ഇപ്പം ഇതൊക്കെ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ ടിയാരാസ് ഒക്കെ കേട്ടോ. അപ്പോൾ ബേസിക് ആയിട്ട് വരേണ്ട സാധനങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് മാറിപ്പോയി. അപ്പം ഇങ്ങനത്തെ പേളുകൾ, ചെറിയ പേളുകൾ, അതുപോലെ ഗിയർ വയർ. ഇത് ശരിക്കും ഗിയർ വയർ എന്നാണ് പറയുന്നത്, കമ്പിയാണ് ഇത് ശരിക്കും, പക്ഷെ ഗിയർ വയർ എന്നാണ് പറയുന്നത്. പല MM വരുന്നുണ്ട്, 3mm 4mm അങ്ങനെയുള്ള സൈസിൽ വരുന്നുണ്ട്. ഇപ്പം ഇത് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് 3mm പക്ഷെ ഇതിൽ തന്നെ 2 ടൈപ്പ് കമ്പി വരുന്നുണ്ട്. നമ്മൾ ബേസിക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് വലിയ കമ്പി, ഈ ചെറിയ പേള് കൊടുത്തിട്ടുള്ളത് ചെറിയ കമ്പി, അങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ വരും വീഡിയോസിലൊക്കെ ചെയ്ത് കാണിക്കാം. ടിയാരാസ് ഒക്കെ ഇങ്ങനെ ഏത് ഐറ്റമാണ് ചെയ്യുന്നത്, അങ്ങനെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി വരും വീഡിയോസിലൊക്കെ ചെയ്ത് കാണിക്കാം. അപ്പം അതിന് നിങ്ങളുടെ കമൻസ് വേണം കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് വേണം, ഇങ്ങനെ ചെയ്ത് കാണിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ പറയണം. നിങ്ങളുടെ കമൻസ് ആണ് നമ്മളെപ്പോലുള്ളവർക്കുള്ള ഊർജ്ജം. പുതിയ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളുടെ കമൻസ് കാണുമ്പോഴാണ് ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതൊന്നുമില്ല. ഇതിന് അധികം പ്രൈസ് ഒന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ബേസിക് സംഭവങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടുള്ളൂ. അത് വെച്ചിട്ട് ഇപ്പോൾ ഒരു കമ്പിക്ക് 40 രൂപയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഒരു കമ്പി വാങ്ങിക്കുക, ചെറിയ കുറച്ച് 10 രൂപയുടെയൊക്കെ പാക്കറ്റ് കിട്ടും പേളുകൾ. അപ്പോൾ അതൊരു 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഹെയർ റെയിൻസ് ഒക്കെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും, ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അത് നോക്കിയിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കുക. 1-2 എണ്ണം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഓക്കെ ആവും. പിന്നെ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ കുറച്ച് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. അതിപ്പോൾ നമുക്ക്
പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം സെയിൽ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പൊ ആദ്യത്തെ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ഇപ്പൊ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഓർഡേഴ്സ് കിട്ടും. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം, ഗിഫ്റ്റായിട്ട് കൊടുക്കാം, അവരുടെ ബർത്ത്ഡേസിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ഇനി ബർത്ത്ഡേക്ക് മുന്നേ നമ്മൾ വിളിച്ചിട്ട് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഗേൾസിന് ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ബിസിനസ് പിടിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ. അല്ലാതെ നമുക്ക് കുറേ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് ഓർഡർ കിട്ടാനൊന്നും പോകുന്നില്ല. നമ്മൾ ഇറങ്ങി പണിയെടുത്താൽ തന്നെയാണ് നമ്മൾ ഓർഡേഴ്സൊക്കെ പോവുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോരുത്തർ ചോദിച്ച് ചെന്നിട്ട് വേണം. ഇപ്പോൾ ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ മാസത്തിന് പോകുമ്പോൾ അവിടെയൊക്കെ ഓരോ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മളിപ്പോൾ ഒരു ബോക്സിലിട്ട് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലും വേണം എന്ന് പറഞ്ഞാലും പിന്നീട് വാങ്ങിക്കാണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതൊരു ബോക്സിലിട്ടിട്ട് എവിടെയെങ്കിലും പോകുന്നു, കുറച്ച് ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതൊരു ബോക്സിലിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ബോക്സും കൊണ്ട് പോവാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്തു വെച്ച സാധനങ്ങൾ സെയിൽ ആവണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലേ. നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു പോസ്റ്റ് ഇട്ടു എന്ന് വെച്ചിട്ട് നമ്മുടെ നിന്ന് ആരും വന്ന് വാങ്ങിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ കുറേ പേര് അങ്ങനെയും പറയാറുണ്ട് കേട്ടോ, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് ഒരെണ്ണം പോലും സെയിലായില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഏതൊരു ബിസിനസ് നമ്മൾ തുടങ്ങിയാലും അങ്ങനെ തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ലോസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ തുടങ്ങരുത്. പിന്നെ നമുക്കൊരു പാഷൻ എന്ന് പറയുന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ, അങ്ങനെയും കൂടി വേണം കേട്ടോ. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടെങ്കിലാണ് ഇതൊക്കെ സക്സസ് ആവുള്ളൂ. അല്ലാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് വരുമാനം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യത്തെ മാസം തന്നെ ഞാൻ ഇറക്കിയതിൻ്റെ ഇരട്ടി എനിക്ക് കിട്ടണം അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നമ്മൾക്ക് അത് നഷ്ടേ വരുള്ളൂ എന്ന് നമ്മളെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങാനായിട്ട്. അപ്പൊ നമുക്ക് നഷ്ടം വന്നാലും ലാഭം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും ഫീൽ ആവില്ല. പിന്നെ നമുക്ക് എങ്ങനെയായാലും ഓർഡർ കിട്ടാതിരിക്കില്ല. നമ്മൾ ചെയ്യുന്ന ഐറ്റം നല്ലതാണെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ശുഭാപ്ത വിശ്വാസത്തിൽ വേണം നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതുവരെ ഒരു ബിസിനസ്സും ചെയ്തിട്ടില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇതുവരെ ഒന്നും സക്സസ് ആയിട്ടില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവര് ഈ ഹെയർ ആക്സറീസിലേക്ക് കടന്നോളൂ. എന്തായാലും സക്സസ് ആവും, എൻ്റെ ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതിരിക്കരുത്. നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം. കൺസിസ്റ്റൻസി മെയിൻ ആണ് മക്കളെ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ക്യാമറ ഓഫായി പോയി, ഞാൻ പിന്നെ ഫോണിൽ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.